നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയൊരു പഠനം സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കോണം കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കി അതിനെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു: ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരണം എന്നുള്ള ആ ഒരു മെസ്സേജിലായിരുന്നു നമ്മൾ നമ്മുടെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം ഈ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് നമ്മെ സഹായിച്ചിരുന്നതായിരുന്നു. യെസ്, താങ്ക് യു സോ മച്ച്. സോ നാം പറഞ്ഞായിരുന്നു ഇത് എഫേസ്യയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുവാൻ തക്കോണം ഇടയായിത്തീർന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ച പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾക്കും ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ ഇന്ന് നാം ചിന്തിക്കുന്നത് 2 വാക്യങ്ങൾ, ഒരു സല്യൂട്ടേഷൻ മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. നമ്മൾ പക്ഷേ ഈ വേഴ്സിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്: ക്രിസ്തുവിൻ്റെ ബദ്ധനായ പൗലോസ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭടനായ പൗലോസ് എന്ന് പറഞ്ഞ് താൻ തന്നെ പറ്റി തന്നെ പറയുമ്പോൾ താൻ ദൈവത്തിനെയാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ദൈവ ഇഷ്ടത്താൽ എന്ന വാക്കിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശു, അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇംഗ്ലീഷിൽ എഴുതുന്നത് ആൻ അപ്പോസ്റ്റൽ, പോൾ ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. സോ ഫസ്റ്റ് നാം പറയുന്നത് ആൻ അപ്പോസ്റ്റൽ എന്നുള്ള വാക്കായിരിക്കും നാം ആദ്യം പറയുന്നത്. മലയാളത്തിൽ നിന്നുള്ള അതായിരിക്കത്തില്ല, ഇംഗ്ലീഷിലെ വേഴ്സിൽ നിന്നായിരിക്കും നാം ചിന്തിക്കുന്നത്. സോ ആൻ അപ്പോസ്റ്റൽ, ഓക്കെ ആണോ അവിടെ? യെസ്, ഓക്കെ. ആൻ അപ്പോസ്റ്റൽ എന്നുള്ള വാക്കിലാണ് അവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പോസ്തോലൻ അയക്കപ്പെട്ടവൻ. He was sent forth with a message and he has the message of the gospel. ദൈവത്തിൻ്റെ സുവിശേഷവുമായി അയക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ പൗലോസ് താൻ ക്രിസ്തു തന്നെ ദൈവമെന്ന് യഹൂദന്മാരോട് സംസാരിച്ച് താൻ അതിനെ ഉറപ്പിക്കുന്ന പല ഭാഗങ്ങളും നാം കാണാൻ തക്കണം ഇടയാകുന്നുണ്ട്. സോ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാതെ വന്ന് നിന്നിട്ട് പോകുന്നതല്ല. സുവിശേഷത്തിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. നമ്മെ രക്ഷിച്ച യേശുവിനെ പറ്റി മറ്റുള്ളവർ പറയുവാനുള്ളൊരു ആഹ്വാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റോളല്ല സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഈ ഒരു വർഷം നമ്മുടെ മുമ്പിൽ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും യേശുവിനെ പറ്റി പറയണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളായിരിക്കും പറയുവാനുള്ളത്. ആ സാക്ഷ്യങ്ങളിലൂടെ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാനുള്ള അവസരങ്ങൾ ഈ വർഷം നാം കണ്ടെത്തുന്നത് വളരെ അത്യാവശ്യമാണ്. യേശുവിൻ്റെ ആ ഒരു സ്ഥാനാപതിയായി നമ്മെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം നാം മറ്റുള്ളവരോട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഭടനായി നാം നിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു ദൗത്യം നമ്മുടെ മേലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ 2025 നിൽക്കുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആഹ്വാനം ചെയ്യുകയാണ്. സോ സുവിശേഷത്തെ പറ്റിയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ബാക്കിയുണ്ട്, അധികം ശ്രമിപ്പീൻ അല്ലെങ്കിൽ ശ്രദ്ധിപ്പീൻ. സോ നമ്മുടെ മേൽ ഒരു കോളുണ്ട്. അതിൽ വർക്കൗട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കോളിനകത്തുകൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല. യേശുവിനെ രക്ഷിതാവുമായി കർത്താവുമായി അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെങ്കിൽ അതിന് പ്രകാരമുള്ള ജീവിതം നാം ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇവിടെ പൗലോസ് പറയുന്നുണ്ട് ആൻ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ജീസസ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. നമുക്കറിയാം പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്: എന്നെ വിളിച്ചിറക്കിയത് വേറെ ആരുമല്ല, കർത്താവിൻ്റെ കൃപയാണ് എന്നെ വിളിച്ചിറക്കിയത്.
പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്ന തക്കൊണ്ട് ഇടയായിത്തീർന്നു. സോ ആ മൊമെന്റ് തൊട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു തോട്ട് പ്രോസസ്സ് കയറിയാണ്, ഞാൻ എൻകൗണ്ടർ പ്രാപിച്ച ആ യേശുവിന്റെ സുവിശേഷവുമായി ഞാൻ നിൽക്കേണ്ടവനാണെന്നുള്ള ബോധ്യം തൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നിരിക്കുകയാണ്. പൗലോസ് പറയാണ്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് അനന്യാസ് അല്ല. അനന്യാസ് ആരായിരുന്നു? ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് പ്രാർത്ഥിച്ച ഒരു മിനിസ്ട്രി ചെയ്തൊരു വ്യക്തിയാണ് ആര്? അനന്യാസ്. പൗലോസ് പറയാണ്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് അനന്യാസ് അല്ല. അതിനുശേഷം പറയുന്നത് എന്താണ്? ഡിസൈപ്പിൾസ്, ഇവന് ശിഷ്യന്മാരുടെ ഒരു ഗണത്തിലേക്ക് പോകാൻ തക്ക ഇടയായിത്തീർന്നു. അവരല്ല എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ഈ പൗലോസ് മറ്റ് ശിഷ്യന്മാരുമായി മിങ്കിൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ആരാണ്? ബർന്നബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പൗലോസ് പറയണ, ബർന്നബാസും അല്ല എന്നെ വിളിച്ചത്. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ, അതിന്റെ 1-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ അറബിയിൽ 3 വർഷം മാറി താമസിച്ചു. അതിനുശേഷം തിരിച്ച് പത്രോസുമായി അല്ലെങ്കിൽ കേഫാവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിന് തിരിച്ചു വന്നു. ഇതൊക്കെ എന്തിനാ ചെയ്തത്? തൻ്റെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും താൻ ഒന്നുകൂടെ ഉറപ്പിക്കുവാനും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ ഫൗണ്ടഡ് ആകുവാനും തക്കോണം അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കോണം ഇടയായിത്തീർന്നിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ കാണുമ്പോൾ ഓരോ ശുശ്രൂഷകന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ, ദൈവത്തിന്റെ സുവിശേഷവുമായി ദൈവത്തിന് വേണ്ടി കൽപ്പനകളെ പാലിക്കുവാൻ വേണ്ടി തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്മാരായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെ ചൂസ് ചെയ്തത് ഞാനല്ല. നിങ്ങളെ ചൂസ് ചെയ്തത് EKPC ചർച്ചല്ല. നിങ്ങളെ ചൂസ് ചെയ്തത് കർത്താവാണ്. ഹല്ലേലൂയ. ആ കാര്യം നാം മറന്നു പോകരുത്. ശുശ്രൂഷ ആരുടെയും സ്വത്തല്ല. എനിക്ക് ആരുടെയും ശുശ്രൂഷയെ തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. ഹലോ, ഇന്ന് രാവിലെ ഞാൻ പ്രിൻസിനോട് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദേവദാസനോട് സംസാരിച്ചൊരു കാര്യമായിരുന്നു. ശുശ്രൂഷ നൽകിയത് ഒരു ചർച്ചിനെ കണ്ടുകൊണ്ടല്ല ദൈവം നൽകിയത്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ശുശ്രൂഷകന്മാരായിരിക്കും. നിങ്ങൾക്കൊരു ടൈം പീരീഡ് ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ടാകും. നാളെ നിങ്ങളുടെ ദൈവം മറ്റൊരു രീതിയിൽ ഉയർത്തുമ്പോൾ, നിങ്ങളെ ശുശ്രൂഷകൾ അഭിവൃദ്ധികൾ നൽകുമ്പോൾ ദൈവത്തിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല ഈ ചർച്ചിലേക്ക് വരുന്നത്. ചർച്ചിലെന്ന് പറഞ്ഞത് ശുശ്രൂഷയ്ക്ക് നാം വരുന്നത്. ഹല്ലേലൂയ. സോ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ തോന്നുമായിരിക്കും, അയ്യോ ഞാനൊരു ജോലിക്കാരനാണ്, എനിക്ക് ശുശ്രൂഷ ഒന്നുമില്ലേ? നോ, നിങ്ങൾക്കും ശുശ്രൂഷയുണ്ട്. അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനിവിടെ തൂക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ചെയ്യുന്നത്. നോ, അതും ഒരു മിനിസ്ട്രിയാണ്. Because you are setting up an example before others to serve others. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് ചെയ്യുന്നത് മാത്രമല്ല. Behind the scenes people are working. Behind the scenes people are praying for us. These are all ministries. ഹല്ലേലൂയ. ലൈംലൈറ്റിലേക്ക് വരുന്നത് മാത്രമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് എൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയല്ല കർത്താവേ, എനിക്ക് എൻ്റെ പേര് ആളുകൾ അറിയാൻ വേണ്ടിയല്ല കർത്താവേ, അങ്ങയുടെ മഹത്വം ഈ ലോകം കാണണം കർത്താവേ. എന്നിലൂടെ യേശുവിനെ ലോകം അറിയാൻ തക്കവണ്ണം എന്നെ ഒന്ന് ക്രഷ് ചെയ്യണം കർത്താവേ. അങ്ങയുടെ ഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനായ ആ ബോധ്യത്തിലേക്ക്, ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ശുശ്രൂഷ ആരുടെയും സ്വത്തല്ല. ശുശ്രൂഷ ആർക്കും തടസ്സപ്പെടുത്തുവാൻ പറ്റുകയില്ല. കാരണം അത് നമ്മുടെ മേൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരവുമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രയാസത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതം കാണുന്നുണ്ടെങ്കിൽ, don't worry. Even though you are going through deepest, darkest situations in your life, God is there for you. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലാതെ ഒന്നും തന്നെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ പ്രിപ്പയർ ചെയ്തൊരു കാര്യമല്ല, എങ്കിലും ഞാൻ പറയാം. ഒരു ചർച്ചിൽ എല്ലാ കാര്യങ്ങളും നിന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ why this is happening? അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 1 year എൻ്റെ ലൈഫിൽ ഞാൻ ചർച്ചിൽ പോയിട്ടില്ല. ഞാൻ ഞായറാഴ്ച ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തിരിച്ചു വിളിച്ചു, മോനെ അതല്ല നിന്റെ മനസ്സ് മടുത്തു പോയിക്കൊണ്ട് നീ എന്നിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി അല്ല നിന്നെ വിളിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യാശയുടെ വാക്ക്, ആ വാക്കിലാണ് ദൈവം എന്നെ ഇങ്ങനെ നിർത്താൻ തക്കണം ഇടയായി തീർന്നത്. നിങ്ങൾ തെറ്റിപ്പോകാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു വർഷം കടന്നുപോയ സാഹചര്യങ്ങൾ, സംശയത്തിലൂടെ ഞാൻ കടന്നുപോയി, വേദനയിലൂടെ കടന്നുപോയി, റിജക്ഷൻസിലൂടെ കടന്നുപോയി. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ ദൈവം എന്നെ പ്രൂൺ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു എനിക്ക് മനസ്സിലാവുന്ന തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്,
ക്യാമറ ഓപ്പറേറ്ററായിട്ട് ഒരു ചർച്ചിൽ കയറി, ഇടത്തോട്ട് പോകും വലത്തോട്ട് പോകും, ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. കാരണം എൻ്റെ ഉള്ളൊരു അഹന്ത ഉണ്ടായിരുന്നു, എൻ്റെ ഉള്ളൊരു നിഗളം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറണമെങ്കിൽ ചില കൂടുകളെയൊക്കെ ദൈവം ഇളക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ ശുശ്രൂഷ അല്ല, അങ്ങയുടെ ശുശ്രൂഷ നിറവേറുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കാനഡയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനോ ജോലി ചെയ്യാനോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്നിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി മറ്റുള്ളവർ അറിയുവാൻ തക്കണം, എന്നെ ഉപയോഗിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവ ഇഷ്ടത്താൽ വിളിക്കപ്പെട്ടവരായ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകേണ്ടത്. ഇന്ന് പകരം ഞാൻ ജെയ്സനോട് സംസാരിച്ചപ്പോൾ ജെയ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ്. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ സുവിശേഷം പറഞ്ഞു, എന്താണ്? ജീസസ് ലവ്സ് യു. അത്രയും പറഞ്ഞാൽ മതി, അതിനകത്ത് കൂടെ സംസാരിക്കാൻ തക്കണം അവസരങ്ങൾ ദൈവം ഒരുക്കും. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കണം. കർത്താവ്, ഈ 2025 എത്ര ദിവസം ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയില്ല കർത്താവേ. ഞാനൊരു ഊബർ ഡ്രൈവർ ആയിരിക്കും ചിലപ്പം, പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ 5 മിനിറ്റ് എനിക്ക് ഒരാളോട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവരോട് യേശുവിനെ പറ്റി പറയാൻ തക്കണം. പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ട്രാക്ട് എടുത്തുകൊണ്ട് പോവുക, കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കമുള്ള ആഗ്രഹം എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും ശുശ്രൂഷ അധികം വർദ്ധിച്ചു വരുന്നത് കാണുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്താൽ വിളിക്കപ്പെട്ടവരായ നാം അവൻ്റെ സന്നിധിയിൽ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hallelujah. So Paul is saying in here that Paul, an apostle of Jesus Christ, by the will of God. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കീബോർഡ് വായിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ താലന്തുകൾ കണ്ടിട്ടല്ല. ഹല്ലേലൂയ. നിങ്ങളെ പാടുവാനുള്ള കൃപ കണ്ടിട്ടല്ല. പാടുവാൻ കഴിവില്ലെങ്കിലും അവിടെ വ്യാപരിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ പാടുവാൻ പറ്റാത്ത ഒരാളായിരിക്കും, എനിക്ക് പാടുവാൻ അറിയുന്ന ഒരാളല്ല. ചർച്ച സ്റ്റാർട്ട് ചെയ്ത ആദ്യ സമയങ്ങളിൽ പാട്ട് പാടുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി. ഷോണൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പിച്ചും സ്കെയിലും ഒക്കെ ഓഫായിട്ട് പാടി. പക്ഷെ അതല്ല, നമ്മുടെ സ്കില്ലല്ല കർത്താവിന് വേണ്ടത്, നമ്മുടെ അവൈലബിലിറ്റി കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സുവിശേഷം അറിയിക്കാൻ അറിയത്തില്ലേ? കർത്താവിനോട് പറയേ, കർത്താവേ, എനിക്ക് സുവിശേഷം അറിയിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് ഉപയോഗിക്കണം കർത്താവേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവുമായി, അങ്ങയുടെ സൗരഭ്യവാസനയായി എന്നെ എവിടെ ആക്കുന്നു അവിടെ നിൽക്കുവാൻ തക്കോണം ദൈവകൃപ എനിക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം 2025 നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. സോ Paul is saying that, Peter is saying that നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ കർത്താവിനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കറിയത്തില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയത്തില്ല അങ്ങ് എന്നെ പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്കറിയത്തില്ല കർത്താവേ. എന്നെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, യൂസ് മീ ഫോർ യുവർ ഗ്ലോറി. നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരു വാചകമായിരിക്കാം, കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന ഒരു വാചകത്തിലൂടെ ആയിരിക്കാം ദൈവത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളോട് സംസാരിക്കാം. മകനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരു വാചകമായിരിക്കാം. If you don't know what to say, ask the Holy Spirit to guide your tongue. Ask the Holy Spirit to guide your heart to talk to people and to share about Christ in this community. Hallelujah. കുഞ്ഞുങ്ങളെ, അധികകാലം നമുക്ക് ഇവിടെ ഇല്ല. ഹല്ലേലൂയ. 67 വർഷം ജീവിക്കുമോ? സംശയമാണ്. പക്ഷേ ദൈവ ഇഷ്ടത്താൽ വിളിക്കപ്പെട്ടവരായ നാം സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് പറ്റുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വിളിയിലേക്കും തിരഞ്ഞെടുപ്പിലേക്കും നമുക്കൊന്നുകൂടെ മടങ്ങി വരാം. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവേ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞാൻ പലപ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും പലതിലേക്ക് ചിന്തിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണം കർത്താവേ. അങ്ങ് എന്നെ പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് പ്രകാരം ജീവിക്കുവാൻ തക്കണം എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞ കാര്യം, ആൻഡ് ഐ ആം ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. യേശു ക്രിസ്തു ആരായിരുന്നു? താൻ മിശികയാണെന്ന് പൗലോസ് പറയാൻ തക്കണം ഇവിടെ അയച്ചത്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നത്, വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, ഹി ഈസ് ചോസൺ ആസ് എ വെസൽ ഓഫ് ചോയ്സ് ടു ബെയർ ദ നെയിം. അവൻ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുവാൻ തക്കവണ്ണം അവനെ ചൂസ് ചെയ്തെന്നൊക്കെയാണ് ആ വാക്യങ്ങളിലൊക്കെ കാണുന്നത്. ആൻഡ് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാൻ ആകുന്നത് കൃപയാലാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ശുശ്രൂഷകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എബിലിറ്റീസ് കൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ എബിലിറ്റി കൊണ്ടായിരിക്കരുത്, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. ഞാൻ ആകുന്നത് കൃപയാണെന്നുള്ള ബോധ്യം. ഒരാൾ യേശുവിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് എനിക്കല്ല,
അവൻ്റെ കൃപയാൽ സുവിശേഷം അറിയിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടാകുവാൻ തക്കണം ഇടയായിത്തീർന്നു. വേഗത്തിലേക്ക് മുമ്പോട്ട് പോട്ടെ. ആൻഡ് സോ നമ്മളിവിടെ പറഞ്ഞു ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. ഇത്രയും കാര്യങ്ങളാണ് നാം 3 വാക്യങ്ങളാണ് 3 ഭാഗങ്ങളാണ് നാം പറയുവാൻ തക്കണം ഇടയായിത്തീർന്നത്. 4ാമത്തെ ഭാഗം ടു ദ സെയിൻസ് ഹു ആർ ഇൻ എഫെസസ്. എഫെസോസിലുള്ള വിശ്വാസികൾക്ക് സെയിൻസ് എന്നൊരു വാക്കാണല്ലേ, വിശുദ്ധന്മാരെന്നാണ് വാക്കാണ്. യെസ്, വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. സോ പഴയ നിയമത്തിൽ വിശുദ്ധമാക്കുക എന്ന് പറയുന്നത് സെറ്റ് അപ്പാർട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഫോർ സംതിങ് ഹോളി. നമുക്കറിയാം യാഗപീഠത്തിലൊക്കെ ഒത്തിരി കിണ്ടികൾ, കിണ്ണങ്ങൾ, തവികൾ, ഇതൊക്കെ പഴയ നിയമം വായിച്ചിട്ടില്ല ആരും? വായിക്കണേ, ബൈബിൾ വായിക്കണേ, ആരും മറന്നു പോകല്ലേ. നമ്മളൊരു റീഡിംഗ് പ്ലാൻ നടത്തുന്നുണ്ട്, ബൈബിൾ വായിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇതൊക്കെ സെറ്റപ്പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പാത്രം എന്ന് പറയാം, ആ വെസല് ദൈവകാര്യത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി, വിശുദ്ധീകരിക്കുന്ന കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് സാമാന്യമായ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സ് എക്സ്ട്രയാണ്. അതെടുത്ത് വെള്ളത്തിൽ കഴുകണം, ഒഴുക്ക് വെള്ളത്തിൽ കഴുകണം, പിന്നെ അതിനകത്ത് ശുദ്ധീകരണ പ്രക്രിയ വേറെയാണ്, അതിൻ്റെ മേൽ രക്തം തളിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വീണ്ടും ശുദ്ധിയിലേക്ക് വരുന്നത്. സോ God has called us to be a saint in this community. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ സന്നിധിയിൽ വിശുദ്ധന്മാരായിട്ട് നിൽക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. നമ്മളെ സെറ്റ് അപ്പാർട്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കോളേജിൽ വരുന്നുണ്ടേ കോളേജിൻ്റെ സ്റ്റൈല്, പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടേ ബസ്സിലെ സ്റ്റൈല്, ചർച്ചിൽ വരുമ്പം വിശുദ്ധിയുടെ സ്റ്റൈല്. അതല്ല, ഇത് 3ഉം ഒരേപോലെ ആയിരിക്കണം. വിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കണം. എന്താ, നമ്മൾ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞതാണ്, സെറ്റപ്പാർട്ടായിട്ടൊരു കാര്യം ഒരു നോർമൽ കാര്യത്തിൽ യൂസ് ചെയ്യത്തില്ല. ഇഫ് ഗോഡ് ഹാസ് സെറ്റ് അപ്പാർട്ട് ഫോർ ഹിസ് ഗ്ലോറി, യു മസ്റ്റ് ഹാവ് എ സെപ്പറേഷൻ ഫ്രം ദിസ് വേൾഡ്. ലോകത്തോട് നാം നോ പറയേണ്ട കാര്യങ്ങളിൽ നിന്ന് നാം നോ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പൗലോസ് പറയാണ്, ആർക്കാണ് എഴുതുന്നത്? എഫെസസിലുള്ള എല്ലാവർക്കുമല്ല, എഫെസോസ് സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി. ഹല്ലേലൂയ. സെറ്റ് അപ്പാർട്ടായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. സോ ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബി ലിവ്ഡ് വിത്ത് ഹോളിനെസ്. വിശുദ്ധിയില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ കാര്യങ്ങളും കയറിപ്പോകുന്ന ഒരു ട്രക്ക് പോലെ ആകരുത് ക്രിസ്ത്യാനിയുടെ ജീവിതം. എല്ലാ കാര്യങ്ങളും കയറിപ്പോകുന്ന ഒരു വണ്ടി പോലെ, ഗാർബേജ് ട്രക്ക് പോലെ അല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയതായി ചെന്ന്. ബാക്കിയൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയുടെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലാണോ ഞാൻ ജീവിച്ചതെന്നുള്ള കാര്യം നാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സോ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ആൻഡ് ആസ് എ സെയിന്റ് യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. പണ്ട് കാലത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പാത്രങ്ങൾക്ക് സ്വയമായിട്ട് അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനെ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു അതിനെ സെറ്റപ്പാർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം ആലയമാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് ഇറ്റ് ഹോളി. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ഈ മന്ദിരത്തെ സൂക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സുവിശേഷം അറിയിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ സുവിശേഷം അറിയിക്കുമ്പോൾ മേക്ക് ഷുവർ യു ആർ ലിവിങ് ഇൻ ഹോളിനെസ്. ഹല്ലേലൂയ. വിശുദ്ധിയുള്ള സുവിശേഷം പറയാം. ഹല്ലേലൂയ. അവിടെയും കണ്ട് ഇവിടെയും പോയി എന്നിട്ടുള്ള സുവിശേഷം അല്ല. You are set apart for his purpose and you should live according to the standards of this scripture. Hallelujah. നമുക്ക് ഇതും ലോകവും ബൈബിളും രണ്ടും കൂടെ ചേർന്ന് പോകുന്ന ക്രിസ്ത്യാനികൾ വേണ്ട. നമുക്ക് എനിക്ക് തോന്നുന്നു റോമാലേഖനം ആദ്യത്തെ അധ്യായങ്ങൾ നാം പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കാർണൽ ക്രിസ്ത്യൻസ് വിശ്വാസികളാണോ? ജഡികന്മാരായ വിശ്വാസികൾ, ജഡികന്മാരായ വിശുദ്ധന്മാർ, അങ്ങനെ വേണേൽ പറയാം.
ചർച്ചിലും വരുന്നുണ്ട്, ബൈബിളും വായിക്കുന്നുണ്ട്, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ തോട്ട് പ്രോസസ്സും. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ അല്ല കർത്താവിന് ആവശ്യം. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നട്ടലുള്ള ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുക. വിശുദ്ധിക്ക് വേണ്ടി, നിർമ്മലതയ്ക്ക് വേണ്ടി, വചന സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളായി നിൽക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. പത്രോസിന്റെ ലേഖനത്തിൽ വേറൊരു വാക്യമുണ്ട്, ബി ഹോളി ഫോർ ഐ ആം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുക. സോ വിശുദ്ധി എന്ന് പറയുന്നത് അതൊരു ലോ സ്റ്റാൻഡേർഡ് അല്ല. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, നമ്മൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നില്ല, അങ്ങനെ കർത്താവെ കഴുകണേ അല്ലെ കർത്തൃമേശ വരുമ്പോൾ കഴുകണേ, ഇതല്ല, ഈ പരിപാടിയല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ഓൾ ത്രൂ ദ ഡേ 365 24/7 you must be holy because we are his children. Hallelujah. So let's move on to that standard of holiness. കർത്താവിനോട് പറയാം, കർത്താവെ എൻ്റെ ജീവിതത്തിൽ പാകപ്പിഴകളൊക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷെങ്കിൽ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ഒന്നുകൂടെ ആശ്രയിക്കുകയാണ്. കർത്താവെ ആ ഹോളിനെസ്സിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വളരുവാൻ തക്കോണം എൻ്റെ കൈയൊന്ന് പിടിക്കണം. കർത്താവെ വിശ്വസ്തനായി നിൽക്കും. ഇന്നത്തെ ഗാനങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കർത്താവെ വിശ്വസ്തനായി നിൽക്കുവാൻ തക്കോണം കൃപ നൽകണമെന്നൊക്കെയുള്ള ഗാനങ്ങളായിരുന്നു ബാക്ക് ടു ബാക്ക് നാം കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. സോ കർത്താവെ എനിക്ക് എൻ്റെ സ്വഭാവം കൊണ്ട് അവിശ്വസ്തകൾ വന്നു പോയേക്കാം കർത്താവെ, പക്ഷേ അങ്ങയുടെ ആ ഹോളിനെസ് സ്റ്റാൻഡേർഡിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ, ഹോൾഡ് മൈ ഹാൻഡ് ആൻഡ് ലീഡ് മൈ പാത്ത് ടിൽ ഐ റീച്ച് ദി ഇറ്റേണിറ്റി. കർത്താവെ എൻ്റെ പാതകൾ നേരെ അല്ല കർത്താവെ, പക്ഷേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദുർഘടമായ പാതകളിലും എന്നെ വഴി നടത്തുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞാൻ അറിയുന്നു. അതാണ് പ്രത്യാശയും വിശ്വാസവും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആ ഒരു ലെവൽ ഓഫ് ഹോളിനെസ്സിലേക്ക്, ആ ലെവൽ ഓഫ് ഇന്റിമസി വിത്ത് ഗോഡിലേക്ക് നാം വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. വി ബിലോങ് ടു ഗോഡ് ആൻഡ് വി ആർ സെപ്പറേറ്റഡ് ടു ബ്രിങ് ഗ്ലോറി ടു ഹിസ് നെയിം. ഇത് നാം മറന്നു പോകരുത്. വി ബിലോങ് ടു ഗോഡ്. എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താണ് സംഭവിച്ചത്? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ പഴയ സ്വഭാവങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് പുതിയൊരു അതോറിറ്റിയിലേക്ക്, പുതിയൊരു ഓണർഷിപ്പിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന പ്രോസസ്സാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. സോ വി ബിലോങ് ടു ക്രൈസ്റ്റ് ആൻഡ് ഹി ഹാസ് കോൾഡ് us to bring glory to his name. ബിലോങ് ചെയ്യുന്നതുകൊണ്ട് അവിടെ തീരുകയല്ല ക്രിസ്തീയ ജീവിതം. You must go to the second step of bringing glory to his name by bearing fruit for him. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനത്തിലെ വാക്യം, പ്രസന്റ് യുവർ ബോഡീസ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ്. ആൻഡ് വേഗത്തിൽ പോകട്ടെ, അവസാന വാക്യം, ടു ദ സെയിൻസ് ഹു ആർ ഇൻ എഫെസസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ വിശ്വാസികളായവർക്കും എഴുതുന്നത്. ഈ ഫെയ്ത്ത്ഫുൾ എന്ന വാക്കിന് യൂസ് ചെയ്തത് ബിലീവിങ് ക്രിസ്ത്യൻ എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ റൂട്ട് വേർഡിൽ കോണ്ടെക്സ്റ്റൽ മീനിങ്ങിലേക്ക് വരുമ്പോൾ ബിലീവിങ് ക്രിസ്ത്യൻ. ആരോടാ പറയുന്നത്? സെറ്റ് അപ്പാർട്ടാണ്, ഹോളിയാണ്, ആൻഡ് ടു ദ ബിലീവിങ് ക്രിസ്ത്യൻസ്. വിശ്വാസമുള്ള ക്രിസ്ത്യാനിയും കൂടെ ആവണം. ഹല്ലേലൂയ. നമ്മുടെ വാചകങ്ങളിൽ മാത്രം, പാട്ടുകളിൽ മാത്രം പാടുന്ന ഒരു വിശ്വാസമല്ല. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞായിരുന്നു, വിശ്വാസം ഒരു വരവാണ്, അല്ലേ? ഒരു സ്പിരിച്വൽ ഗിഫ്റ്റാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ ഡീപ്പായിട്ട് കർത്താവെ അങ്ങേ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ നൽകണം കർത്താവെ. സോ ആ ഫെയ്ത്തിൻ്റെ ലെവൽ, ഫെയ്ത്ത്ഫുൾ, പിസ്റ്റോസ് എന്ന വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബിലീവിങ്, കോണ്ടെക്സ്റ്റിൽ പറയുന്നത് ബിലീവിങ് ഫെയ്ത്ത്. ആൻഡ് എന്താണ് വിശ്വാസം? ക്രൈസ്റ്റ് ഇൻ അസ്, ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിനും വേണ്ടിയുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൊലോസി ലേഖനം വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. കൊലോസി ലേഖനം 1-ാമത്തെ അധ്യായം 27-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? Colossians chapter 1 verse 27. Yes. യെസ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആരല്ല ഫ്ലെക്സിബ? നമ്മളിലിരിക്കുന്നു. ആരല്ല ഇരിക്കുന്നേ? ഫ്ലെക്സിബയിലിരിക്കുന്നു. ഓരോരുത്തരും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ. സോ വി ബിലോങ് ടു ക്രൈസ്റ്റ് ആൻഡ് ഹി ഈസ് ഡ്വെല്ലിംഗ് ഇൻ അവർ ഹാർട്ട്.
എത്ര മനോഹരമായിട്ടുള്ള കാര്യമായില്ലേ? കർത്താവ് നമ്മോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു. ഒരു വാക്യം കൂടെ 1 പത്രോസ് 2:24 വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 2:24. ടുവേർഡ്സ് ദ എൻഡ് ആണ്. യെസ്, അവിടെ ഒരു വാക്യം ക്രൈസ്റ്റ് ഫോർ അസ്. അവിടെ പറയുന്ന കാര്യം ക്രിസ്തു നമ്മൾക്ക് വേണ്ടി പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിച്ചു. സോ 2 കാര്യങ്ങളാണ്. ആസ് വി ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ അസ് ആൻഡ് വി ആർ ഫോർ ക്രൈസ്റ്റ്. രണ്ട് രീതിയിലുണ്ട്. കർത്താവിന് വേണ്ടി നാം നിൽക്കുകയും ചെയ്യണം, കർത്താവ് നമ്മൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനും ആണ്. ആൻഡ് സോ പൗലോസ് ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ തൻ്റെ സല്യൂട്ടേഷൻ, ഗ്രീറ്റിങ് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ തക്കണം ഇടയാച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു വാക്യം കൂടെ ഞാൻ ഒന്ന് എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ എഫെസസ് എന്നുള്ള വാക്ക് ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് ഇല്ലായിരുന്നു. ലേറ്റർ ആഡ് ചെയ്ത ഒരു പാസേജ് ആയിരുന്നു, ഒരു വാക്കാണ്. എഫെസസിലുള്ള എന്നുള്ള വാക്ക് ലേറ്റർ ആഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു. സോ പൗലോസ് പറയുകയാണ് ആ വാക്യം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും വിശ്വസിക്കുന്നവർക്കും വിശ്വാസികളുമാർക്ക് എഴുതുന്നത്. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, എഫെസോസ് എന്നുള്ള പട്ടണം ഏറ്റവും അധാർമികതയും എല്ലാ രീതിയിലുള്ള വിക്കഡ്നെസ്സിലും ജീവിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു എഫെസസ് എന്ന് പറയുന്നത്. അവിടെ വിശുദ്ധരായും വിശ്വസിക്കുന്നവരായി നിൽക്കുന്ന വിശ്വാസികൾക്ക് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, കാനഡയിൽ ഓഷവയിലായിരിക്കുന്ന ഈ കെപിസിയുടെ ചർച്ചിലെ നിങ്ങളും വിശ്വസ്തരായും വിശ്വാസികളായും നിൽക്കണം. കാരണം എന്താണെന്നറിയാമോ? കൾച്ചറൽ കോംപ്രമൈസസ് ഉണ്ടാക്കുന്നവരല്ല ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ പറയുന്നുണ്ട് കൾച്ചറൽ അഡാപ്റ്റേഷൻ. ഞങ്ങൾ വി ജസ്റ്റ് മൂവ് ടു കാനഡ ആൻഡ് വി ജസ്റ്റ് ടേക്കിംഗ് തിങ്സ് ഫ്രം കാനഡ. നോ, നിങ്ങൾക്ക് ഉള്ള കൾച്ചർ കിങ്ഡം കൾച്ചർ ആയിരിക്കണം. ദൈവവചനത്തിന് വിരോധമായി, ദൈവവചനത്തിന് ഇഷ്ടമല്ലാത്ത കൾച്ചറുകളൊന്നും നാം അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൗണ്ടർ കൾച്ചറായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികളായിട്ട് വിളിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പഴയ ആളുകൾ, വിശുദ്ധന്മാരായവർ രക്തസാക്ഷികളായി മാറി. എന്തിനു വേണ്ടിയാണ്? അവർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്നപ്പോഴാണ്. അവരുടെ കൾച്ചറിനെ ഒപ്പോസ് ചെയ്ത് നിന്നതുകൊണ്ടാണ് അവർ രക്തസാക്ഷികളായി മാറിയത്. അവർ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരും തന്നെ മരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഹിതത്താൽ വിശ്വസ്തന്മാരും വിശുദ്ധരാരുമായി നിൽക്കുന്ന നമ്മെ നിൽക്കുമ്പോൾ കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. കാനഡയിൽ വന്നതുകൊണ്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇഫ് ദ ബൈബിൾ ഈസ് സേയിങ്, ഇഫ് ദ ബൈബിൾ ഈസ് കോൺട്രഡിക്റ്റിംഗ് വിത്ത് ദ കൾച്ചർ, യു മസ്റ്റ് ഹോൾഡ് ഓൺ വിത്ത് ദ ബൈബിൾ. ബൈബിളിനോട് ചേർന്ന് നിൽക്കേണ്ടത്, അല്ലെ സ്ക്രിപ്റ്റേഴ്സിനെ ഹോൾഡ് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം ആയിരിക്കണം. ആൻഡ് പൗലോസ് പറയുന്ന കാര്യം ഇതാണ്, കുഞ്ഞുങ്ങളെ, എഫെസസിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്നല്ല, കാനഡയിലായതുകൊണ്ട്, ഓഷവയിലായതുകൊണ്ട്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ടെന്നല്ല. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിന്നും നിങ്ങൾക്ക് കൃപയും ഈ കൃപയും സമാധാനവും നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സംഭവങ്ങൾ ചെയ്താലും കാര്യമൊന്നും. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കൾച്ചറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള രാജാക്കന്മാരെ, അല്ലെങ്കിൽ നീറോ എന്ന അന്നത്തെ ഭരണാധികാരിയെ വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണമെന്നുള്ള ഒരു കാര്യം അന്നുണ്ടായിരുന്നു. അവിടെ പറഞ്ഞത് നീറോ ആണ് ലോർഡ്. കുരിയേലൈസോൻ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, റോമൻ കാത്തലിക് ചർച്ചുകളിലൊക്കെ വായിക്കുന്നത്. ആ സെയിം വാക്ക് തന്നെയാണ് പൗലോസ്, ഞാൻ ഇന്ന് നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ കുരിയേലൈസോൻ, പൗലോസ് പറയാണ്, നീറോ അല്ല ലോർഡ്, ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. ആരൊക്കെ തന്നെ ഭരണത്തിൽ വന്നാലും സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞാലും ക്രിസ്തുവിൻ്റെ രാജ്യത്വവും ക്രിസ്തുവിൻ്റെ ആധിപത്യവും അവൻ്റെ കർത്തൃത്വവും മാറുന്നില്ല എന്നുള്ള പ്രത്യാശ ആയിരിക്കണം നമ്മളെ നിൽക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. റൂൾസൊക്കെ മാറിക്കോട്ടെ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിക്കോട്ടെ, it doesn't matter because we belong to Christ and he is dwelling in our
ഹാർട്ട്സ്. ഈ പ്രത്യാശ ആയിരിക്കണം ഈ 2025 നമ്മെ വഴി നടത്തേണ്ടത്. ഹല്ലേലൂയ. ആൻഡ് ഇവിടെ പറഞ്ഞ് എഫെസോസിൽ വിശ്വാസികളായി നിൽക്കുമ്പോൾ ഇവർക്ക് ഈ കൃപയും കരുണയും ഉണ്ടാകേണ്ട ആവശ്യം എന്താണെന്ന് അറിയാമോ? എഫെസോസിൽ അവിടെ പാർക്കുമ്പോൾ പലരും, രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ പലരും പല ബിസിനസ്സുകൾ നഷ്ടമായി തീർന്നു. കാരണം എന്താണ്? അവിടെയുള്ള ഏറ്റവും വലിയൊരു ബിസിനസ് ആയിരുന്നു ഈ ഐഡൽസിനെ ഉണ്ടാക്കി വിൽക്കുന്നത്. എക്കണോമിക്കലി, ഫൈനാൻഷ്യലി ഒക്കെ തകർന്നു പോയപ്പോഴും അവരോട് ദൈവദാസൻ പറയാണ്, കുഞ്ഞുങ്ങളെ, അതൊക്കെ മാറിയാലും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സാന്നിധ്യവും നമ്മോട് കൂടിയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒത്തിരി പ്രയാസത്തിലൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ കർത്താവിൻ്റെ സമാധാനം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു കവിഞ്ഞൊഴുക്ക് നാം നമ്മിൽ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആൻഡ് ആസ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യാനിയെ ജീവിക്കുമ്പോൾ ചിലതിനോടൊക്കെ നോ പറയണം. കൾച്ചറിനോടൊക്കെ ചില സാഹചര്യത്തിൽ നോ പറയേണ്ടത് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് മുന്നേറുവാൻ തക്കമുള്ള ആഹ്വാനം ഞാൻ ഒന്നുകൂടെ നൽകുകയാണ്. നമുക്കറിയാം, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ട് നിൽക്കുകയാണ്. കർത്താവ് രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ മാത്രമേ സേവിക്കത്തുള്ളൂ. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ട്രാക്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. നമുക്കിങ്ങനെ കൂടി വരുവാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. എന്തു തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനവും അവൻ നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ദാസസ്ഥാനങ്ങൾ